So dear students, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ കുറിച്ച് കാണുകയായിരുന്നു. ഒരുപാട് ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറിനോട് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിവൈസുകളെ പറ്റി നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ്. നമ്മൾ കുറേ ഹാർഡ്വെയർ കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഒരുപാടുണ്ടാവും. നമുക്കറിയാം, കുറേ നാളുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 വർഷം ഉപയോഗിച്ചതിന് ശേഷം ഇതെല്ലാം നമ്മൾ മാറ്റി വാങ്ങിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപേക്ഷിച്ചിട്ട് മറ്റൊരെണ്ണം പുതിയത് വാങ്ങാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുപോകാം. ഈ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഈ ഡിവൈസുകളെ നമ്മൾ എന്ത് വിളിക്കും? അതിന് പറയുന്ന പേരാണ് ഇ വേസ്റ്റ് എന്ന് പറയും. ഇലക്ട്രോണിക് വേസ്റ്റുകൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളെ കുറിച്ചും അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ വേസ്റ്റ് റിഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾ ഉപയോഗിച്ചു, അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഒക്കെ കഴിഞ്ഞു, ഇനി അത് ഇ വേസ്റ്റ് ആയിട്ട് മാറുന്നു. ഓരോ വർഷവും 300 മില്യൺ കമ്പ്യൂട്ടറുകളും 1 ബില്യൺ മൊബൈൽ ഫോണുകളുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ലോകത്ത്. അപ്പൊ ഇതെല്ലാം 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2-3 വർഷം ഉപയോഗിച്ചതിന് ശേഷം അതെല്ലാം പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ പഴഞ്ചനായി പോയത് കൊണ്ടാവാം, ഉപയോഗശൂന്യമായി പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇ വേസ്റ്റുകളെ കുറിച്ച് അത്ര കൺസേൺഡ് ആയിരിക്കുന്നത്? ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം നമുക്ക് ഈ ഇ വേസ്റ്റുകളിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലൊക്കെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുണ്ട്, വിഷപദാർത്ഥങ്ങളുണ്ട്. ലൈക്ക് ലെഡ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, കാഡ്മിയം ഉണ്ട്, BFR എന്ന് പറയുന്നത് ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഈ ഇലക്ട്രോണിക് ഐറ്റത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മളുടെ മണ്ണിലും ജലാംശത്തിലും ഒക്കെ കലർന്ന് അത് നമ്മളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വി ആർ കൺസേൺഡ് അബൌട്ട് ദിസ് ഇ വേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഹസാർഡസ് ടു ലൈഫ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്? ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി 4 മെത്തേഡുകളാണ് പറയുന്നത്. ഒന്ന്, റീയൂസ് എന്ന് പറയും. റീയൂസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ഓഫ് ഇ വേസ്റ്റ്. കുറച്ച് അതിന്റെ ഒറിജിനൽ പർപ്പസ് സെർവ് ചെയ്തു, അല്ലെങ്കിൽ അത് നമുക്കിപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമുക്കത് വേണമെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാം. സെക്കൻഡ് ഹാൻഡ് യൂസ് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ റിപ്പയർ ചെയ്ത് എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. അതാണ് റീയൂസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക് ഫോർ ഡിസ്പോസിങ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ എന്ന് പറയും. അതായത് ടൈറ്റ് കണ്ടെയ്നേഴ്സിനുള്ളിൽ 900 to 1000 ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച് കളയാം. ബേൺ ദ ഇ വേസ്റ്റ് ഇൻ സെൽഫ് ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഇൻ 900 to 1000 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യുക. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഐറ്റം അതിന്റെ ഒറിജിനൽ പർപ്പസ് സെർവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അതിനെ എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ലൈക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഫ്രിഡ്ജൊക്കെ വാട്ടർ ടാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അലമാരി ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ റീസൈക്കിൾ ചെയ്യുക, ഓരോ പ്രോഡക്റ്റും അല്ലെങ്കിൽ ചില പാർട്ടുകൾ അതിനകത്ത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ് റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അത്ര റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, ഇത് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയും.
ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വലിയ കുഴിയെടുത്തിട്ട് ഈ വേസ്റ്റുകളെല്ലാം അതിലിട്ട് മൂടുക. ഓക്കെ, so it is making a big pit and burying the e-waste inside the soil. This is called the last method or fourth method, which is known as landfilling. But this is not a recommended method. And നമുക്കറിയാം അത് അത്ര ഒരു നല്ല ഒരു രീതിയല്ല. അപ്പോൾ ഇത് ആണ് 4 ഡിസ്പോസൽ മെത്തേഡുകൾ. ഈ വേസ്റ്റുകൾ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള 4 രീതികളാണിത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ e-waste disposal methods എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഇനി ഇതുപോലെ നമുക്ക് e-waste ഡിസ്പോസലിൽ സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. നമ്മൾ പല രീതിയിൽ നമുക്ക് e-waste മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ e-waste ഒരുപാട് ഉണ്ടാകാതെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ് റോൾ? വാട്ട് ആർ ദ റോൾസ് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ e-waste ഡിസ്പോസൽ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് കേടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് ഗോ ഫോർ ബൈയിങ് എ ന്യൂ വൺ, റിപ്പയർ ആൻഡ് യൂസ്. പിന്നെ ചില ഡിവൈസുകൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസുകൾ നമ്മൾ ബാറ്ററി ഡിസ്പോസിബിൾ ബാറ്ററി വാങ്ങുന്നതിന് പകരം റീചാർജബിൾ ബാറ്ററീസ് വാങ്ങാം. അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ലാതെ വാങ്ങാതിരിക്കുക. സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. പിന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഗിവ് ടു അതേഴ്സ്, ഡൊണേറ്റ് ചെയ്യാം മറ്റുള്ളവർക്ക്. അങ്ങനെ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വേസ്റ്റുകളുടെ ആ കൂമ്പാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ വേസ്റ്റുകൾ ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗുഡ് വാറണ്ടി പോളിസികളുള്ള, അല്ലെങ്കിൽ വാറണ്ടി ആൻഡ് ടേക്ക് ബാക്ക് പോളിസികളുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് വേറൊരു ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT എന്ന് പറയും. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് കമ്പ്യൂട്ടർ ആൻഡ് അതർ ആക്സസറീസ് ഇൻ ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മാനർ, causing no harm to the environment or causing minimum harm to the environment. അതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല അപ്രോച്ചുകളുണ്ട്. വൺ ഈസ് ഗ്രീൻ ഡിസൈൻ ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ആക്സസറീസ്. ഗ്രീൻ ഡിസൈൻ എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻറ്റും അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളും മറ്റ് ഡിവൈസുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രീൻ മാനുഫാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് അതാണ്, ഗ്രീൻ മാനുഫാക്ചർ. മിനിമൈസിങ് ദ വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്, അതാണ് ഗ്രീൻ മാനുഫാക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്രീൻ യൂസ്. ഇലക്ട്രിസിറ്റി ഒക്കെ മിനിമം ഉപയോഗിച്ചുകൊണ്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന് പകരം ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് ഡിവൈസുകളും യൂസ് ചെയ്യുന്നതിനാണ് ഗ്രീൻ യൂസ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രീൻ ഡിസ്പോസൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 അപ്രോച്ചിലൂടെ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. So this topic is very important as far as a human being is concerned, because it's a social issue of managing the electronic waste. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ കോമ്പണന്റിനെ കുറിച്ചാണ്. നമ്മൾ ഒന്നാമത്തെ കോമ്പണന്റായ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള പഠനം ഇവിടെ ഏകദേശം തീർന്നിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കോമ്പണന്റ് ഏതാണ്? നമ്മൾ ആദ്യ ക്ലാസ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. These programs are used for achieving or accomplishing the task of a user, computer user. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റ് പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയറുകൾ എന്നത്. If the hardware is the body of the computer, then we say that software is the mind of the computer. ഈ സോഫ്റ്റ്വെയറുകൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും എന്നുള്ളതാണ്. Softwares are classified into 2 types, the system software and application software. Now we will go through each of them. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ is a set of one or more programs
designed to control the operations of a computer, or it helps the users to use computer in an effective manner. നമുക്ക് കമ്പ്യൂട്ടറിലെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് സം സിസ്റ്റം പ്രോഗ്രാംസ്. 3 മേജർ കോമ്പണന്റുകളാണ് സിസ്റ്റം പ്രോഗ്രാംസിനുള്ളത്. അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദെൻ വി ഹാവ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആസ് വെൽ ആസ് സം യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയും. അപ്പോൾ 3 പ്രോഗ്രാംസും സിസ്റ്റം പ്രോഗ്രാംസിന്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത് മേജർ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ് ദ യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ലാംഗ്വേജ് പ്രോസസ്സേഴ്സും അതുപോലെ യൂട്ടിലിറ്റീസും ഒക്കെ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ വി ടോക്ക് ദം ആസ് സിസ്റ്റം പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് കാണാം. ആദ്യമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ. നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്താണ് വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും, അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഏതൊക്കെ പ്രോഗ്രാമാണ്. ചിലപ്പോൾ വിൻഡോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിനക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സൺ സോളാറിസ് ആയിരിക്കാം, അല്ലെങ്കിൽ യുണിക്സ് ആയിരിക്കാം. ഇനി പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ഡോസ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ വൺ ഓഫ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് ഓർ ടു യൂസ് ദ കമ്പ്യൂട്ടർ ഇൻ എ കൺവീനിയന്റ് ആൻഡ് ഈസി മാനർ. യൂസേഴ്സിന് വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ ദ യൂസർ ടു എക്സിക്യൂട്ട് പ്രോഗ്രാംസ്. മറ്റു പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. And it also acts as a control program. It controls and coordinates every other function of the computer. കമ്പ്യൂട്ടറിന്റെ മറ്റ് ഫംഗ്ഷനുകളെല്ലാം കൺട്രോൾ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു സിസ്റ്റം പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് ഗോട്ട് മെനി ഫംഗ്ഷൻസ്. അതിൽ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 1 പ്രോസസ് മാനേജ്മെന്റ്, 2 മെമ്മറി മാനേജ്മെന്റ്, 3 ഡിവൈസ് മാനേജ്മെന്റ് ആൻഡ് 4th വൺ ഇസ് ഫയൽ മാനേജ്മെന്റ്. ഇങ്ങനെ 4 മേജർ ഫംഗ്ഷൻസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് പ്രോസസ്. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് കോൾഡ് എ പ്രോസസ്. ഒരു പ്രോസസ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അത് കമ്പ്യൂട്ടറിന്റെ റാമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരേ പ്രോഗ്രാം മാത്രമല്ല കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നുണ്ടാവുക, കുറെ മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്. കമ്പ്യൂട്ടർ മൾട്ടി പ്രോഗ്രാമിംഗ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ഒരേ സമയം റൺ ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊരു പാട്ട് കേട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു ഫയൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, വേർഡ് ഫയൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 2 പ്രോഗ്രാമുകൾ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളും ഇതിനകത്തുണ്ടാവണം, റാമിലുണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുക, ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള CPU ഒക്കെ അസൈൻ ചെയ്യുക. CPU ഷുഡ് ബി ഷെയർഡ് ബിറ്റ്വീൻ ദിസ് പ്രോസസ്. അപ്പോൾ ഷെഡ്യൂളിംഗ്, CPUവിനെ ഷെഡ്യൂൾ ചെയ്യാം. ഇതൊക്കെ പ്രോസസ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. രണ്ടാമത്തത് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയും. When we have many programs and processes in the memory should be properly managed between these processes. ഓരോന്നിനും ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സിസ്റ്റം മെമ്മറി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം. The first program that is loaded into the memory when the computer is switched on is the operating system. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടണം. അതിനുശേഷം എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ടുള്ള മെമ്മറി മാനേജ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതാണ് മെമ്മറി മാനേജ്മെന്റ് കോമ്പണന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിവൈസ് മാനേജ്മെന്റ്. There are many devices connected to the computer. Operating system will identify each of these devices. ഒരു പ്രിന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ there should be one part program that should be integrated with the OS. പ്രിന്ററിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പം ഓരോ ഡിവൈസുകളും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ OSലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. നാലാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടാവും ഫയലുകൾ ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും. നമ്മൾ ഫോൾഡറുകളാക്കി ഫയലുകളിലാക്കി ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്. ലിനക്സിന് ഒരു രീതിയാണെങ്കിൽ വിൻഡോസിന് മറ്റൊരു രീതിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഓർഗനൈസേഷൻ മെത്തേഡ്, ഫയൽ മാനേജ്മെന്റ് ടെക്നിക്ക്.
That is also a function of the operating system. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Without operating system, you cannot think of using a computer. It's very difficult for you to use a computer. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ചും യൂട്ടിലിറ്റീസിനെ കുറിച്ചും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഒക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.